2 രൂപയ്ക്കും 3 രൂപ ചില്ലറയ്ക്കും വേണ്ടി ഇനി കണ്ടക്ടറും യാത്രക്കാരും തമ്മിൽ വഴക്കിടേണ്ട. ബസ് ടിക്കറ്റിനായി 2000 രൂപ ചില്ലറയാക്കാനുള്ള പ്രയാസവും വേണ്ട. ബസ്സിലെ കണ്ടക്ടർ ബാഗെല്ലാം ഇനി പഴങ്കഥയാകും. സ്വൈപ്പ് മെഷീനാണ് താരം. മലപ്പുറം റൂട്ടിലോടുന്ന ലാവർണ എന്ന സ്വകാര്യ ബസ്സാണ് ഈ പുത്തനാശയത്തിന് പിന്നിൽ. ഒരു തുടക്കമാണിത്. ജില്ലയിലെ ആദ്യത്തെ ക്യാഷ്ലെസ് ബസ്. നോട്ട് നിരോധനത്തെ തുടർന്നുള്ള ചില്ലർ പ്രതിസന്ധിയും മറികടക്കാം. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ക്യാഷ്ലെസ് ലോകത്തേക്ക് മാറുമ്പോൾ നമ്മളും അതിൻ്റെ കൂടുതൽ മാറുകയാണ്. മിക്കവാറും ആളുകൾക്ക് 2000 രൂപയുടെ നോട്ടാണുള്ളത്, 500 രൂപയുടെ നോട്ടാണുള്ളത്. അപ്പോൾ അത് ചില്ലറ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കൊരു വാല്യൂ ആഡഡ് സർവീസും കൂടിയാണിത്. സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. 9 രൂപയുടെ ടിക്കറ്റാണെങ്കിൽ കൃത്യം 9 രൂപയെ യാത്രക്കാരന് പോവുകയുള്ളൂ. ചില്ലറയ്ക്കായി ഇനി തർക്കിക്കേണ്ട. എല്ലാം സ്വൈപ്പിംഗ് മെഷീൻ ചെയ്യും. ചില്ലറയ്ക്ക് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. ഈ സംഭവം പ്രൈവറ്റ് ബസ്സിൽ നടപ്പാക്കുകയാണെങ്കിൽ ഒരുവിധം ചില്ലറ പ്രശ്നം ഒരു പകുതിയിലേറെയൊക്കെ പരിഹാരം കാണാം. ഇത് വിജയിക്കുകയാണെന്ന് വെച്ചാൽ എന്നെ പോലത്തെ കണ്ടക്ടർമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ സുഖമായിരിക്കും. ഈ ചില്ലറിൻ്റെ ടൈറ്റാണ് പോയത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ചേർന്നാണ് ക്യാഷ്ലെസ് സംവിധാനം നടപ്പാക്കുന്നത്. പുതിയ പദ്ധതി യാത്രക്കാരും സ്വാഗതം ചെയ്തു. തിരക്കിനിടയിൽ ചില്ലറയ്ക്കായി ഇനി ബാഗ് മുഴുവൻ തപ്പേണ്ട. ATM കാർഡ് മതി. 2 രൂപയ്ക്കും 3 രൂപയ്ക്കും വേണ്ടിയിട്ട് തണ്ടക്ടറോട് തല്ലുണ്ടാക്കേണ്ട ഒരു വലിയൊരു പ്രശ്നം ഒഴിവായി കിട്ടും. ഈ എല്ലാവരും ഇത്തരം ക്യാഷ്ലെസ് അതിലേക്ക് വന്നാൽ ക്യാഷ് ബാഗിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എടുക്കാനും ഉള്ളതുമെല്ലാം, പിന്നെ സേഫ്റ്റി എല്ലാം നമുക്ക് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ എന്നാണ്. അതുകൊണ്ട് അഡീഷണൽ ചാർജുകളൊന്നും വരുന്നില്ല. കാർഡ് മതിയല്ലോ നമുക്ക്. ഇപ്പോൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ ഇട്ട് വേണം മാത്രം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പദ്ധതി RTO KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഭാവിയിൽ ഓട്ടോറിക്ഷ, മറ്റ് ടാക്സി സംവിധാനങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബസ്സിൽ ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇത് മറ്റ് ബസ്സുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നുള്ള നടപടികളിൽ അവരുടെ ബസ് ഉടമസ്ഥരുമായി സംസാരിച്ച് എല്ലാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സ്റ്റോപ്പുകൾ എത്തുമ്പോഴുള്ള അനൗൺസ്മെന്റ് സംവിധാനവും ബസ്സിലുണ്ട്. വിവിധ കാര്യങ്ങളിൽ തികഞ്ഞ മാതൃക പുലർത്തുന്ന ലാവർണ വിദ്യാർത്ഥി സൗഹൃദവുമാണ്. മറ്റു ബസ്സുകളെ പോലെയുള്ള മത്സരയോട്ടങ്ങളും ലാവർണയ്ക്ക് ശീലമില്ല. പരാതികൾ അറിയിക്കുകയും ചെയ്യാം. ലാവർണയും കുതിക്കുകയാണ്, പുതിയ ദൂരങ്ങളിലേക്കും കാലത്തിലേക്കും. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.